എങ്ങനെയാണ് ആയിഷ ഗായ മാമിനെയും നമ്മളെ ഫാക്കൽറ്റീസിനെയൊക്കെ ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? ഈ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെ ബാക്കി കുട്ടികളിൽ നിന്നും എനിക്ക് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് ഗായ എന്നാണ്. ഗായയിലോട്ട് വന്നപ്പം എന്തായിരുന്നു ഡ്രീം ഇയാളുടെ? +1 +2 മുതൽ NID നിഫ്റ്റ് എടുക്കണം എന്നായിരുന്നു ഡ്രീം. ഇപ്പോൾ +2 ഒക്കെ ആയപ്പോഴാണ് NID അഹമ്മദാബാദിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും പിന്നെ അവിടേക്ക് എത്തിച്ചേരണമെന്ന് എനിക്ക് ഭയങ്കരമായൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് റിയാലിറ്റി ആവും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. എൻ്റെ കസിന് വഴിയാണ് ഞാൻ ഫസ്റ്റ് ഗായനെ കുറിച്ച് അറിയുന്നത്. അവനും ഇവിടെ പഠിച്ച് അവിടെ കയറിയതാണ്. അപ്പോൾ അവന് വഴി അറിഞ്ഞു, ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനും ഫാക്കൽറ്റീസിനൊക്കെ കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഇവിടുത്തെ എൻവയൺമെൻറ്റെല്ലാം ഇഷ്ടമായപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഗായ ചൂസ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന ഓരോരോ വർക്ക്സും നമ്മുടെ പ്രൊജക്ട്സ് അതിൽ കുറേ ഡിസ്കഷനും ഫീഡ്ബാക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആ ക്ലോസ്നെസ് അതിന് കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു. ആയിഷേൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? അതെങ്ങനെയാണ് ഗായയിൽ വന്നിട്ട് ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയിട്ടുള്ളത്? എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഗായയിൽ വന്നിട്ട് തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്തത്. അത് നമ്മൾ ട്രെയിനിങ് ചെയ്ത സമയത്ത് ടീച്ചേഴ്സും ഫാക്കൽറ്റീസും പരമാവധി നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു ഇന്ന എമൗണ്ട് ഓഫ് ടൈമിൽ ചെയ്ത് തരാൻ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. എക്സാമിന് എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അത് യൂസ് ചെയ്തു. ഇപ്പോൾ +2 കഴിഞ്ഞ് ഇറങ്ങുന്ന ഡിസൈനിൽ താല്പര്യമുള്ള സ്റ്റുഡൻസിനോട് എന്താണ് ആയിഷയ്ക്ക് പറയാനുള്ളത്? ഡിസൈനിങ്, ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഫീൽഡിലേക്കൊക്കെ പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് BDES ആണ്. അത് ആ ഒരു 4 ഇയേഴ്സിന് വേണ്ടി നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താൽ ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ BDES. എന്നെ തന്നെ ഒരു ഹെൽപ്പ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കൂടി എക്സാം ഹോളിലേക്ക് കയറാം. നമ്മൾ എത്രത്തോളം ഫ്രീ ആകുമ്പോഴാണ് നമ്മുടെ മൈൻഡും അതിനനുസരിച്ച് വർക്ക് ആവുക. നിങ്ങൾ കോഴിക്കോട് നിന്ന് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അഹമ്മദാബാദിലോട്ട് പോവുകയാണ്. എന്താണ് ആ ജേർണീൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ? ഫസ്റ്റ് അഹമ്മദാബാദിൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെയാണ് അവിടെ പോയി പഠിക്കുന്നതിനെ കുറിച്ചൊരു ചെറിയ ടെൻഷൻ വന്നത്. ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ രണ്ടുപേരുണ്ട്. എൻ്റെ ബാച്ചിൽ എൻ്റെ കൂടെ തന്നെ പഠിച്ച ഐഷ മെഹക്ക്, അവൾക്ക് കിട്ടിയ റാങ്ക് 4 ആണ്. പിന്നെ നേഹയാണ്, അവൾക്ക് 41 ആണ് റാങ്ക് കിട്ടിയത്. അവർ രണ്ടുപേരും ഉണ്ടാവും എൻ്റെ കൂടെ അഹമ്മദാബാദിലേക്ക്. അപ്പോൾ ആ ബാക്കി രണ്ടുപേരുണ്ടായതുകൊണ്ട് തന്നെ പോകാനൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഇനി അവിടെ പോയിട്ടായിരിക്കും ബാക്കി കാര്യം.